ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയെക്കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ക്യാപ് മോഡൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൻ്റെ ഒരു ആൾട്ടർനേറ്റീവാണ് APT എന്ന് പറയുന്നത്, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി. ഇറ്റ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ സ്റ്റീഫൻ റോസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി മുന്നോട്ട് വച്ചത്. ഈ തിയറി പ്രകാരം APTയുടെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് ഇൻവെസ്റ്റേഴ്സ് വുഡ് ആർബിട്രേജ് അവേ എനി ഡിഫറൻസ് ഇൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ അസറ്റ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഡിഗ്രി ഓഫ് റിസ്ക്. ഒരേ റിസ്ക്കുള്ള അസറ്റിൽ നിന്നുമുണ്ടാവുന്ന വരുമാനങ്ങളിൽ റിട്ടേൺസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ആർബിട്രേജ് ചെയ്യപ്പെടും എന്നാണ് APT മുന്നോട്ട് വെക്കുന്ന ഒരു അടിസ്ഥാനപരമായ സങ്കല്പം. APT is based on the assumption that the investors would arbitrage away any difference in the expected returns on assets that have the same degree of risk. എന്നാൽ APT does not assume equilibrium market. ഇക്വിലിബ്രിയം മാർക്കറ്റ് എന്നുള്ള ഒരു അസംഷൻ APTക്ക് ഇല്ല. എന്നാൽ ഇക്വിലിബ്രിയം എങ്ങനെ വരുന്നു എന്നാണ് APT സ്ഥാപിക്കുന്നത്. ഇറ്റ് ആർഗ്യൂസ് ദ ആർബിട്രേജ് ബിഹേവിയർ വിൽ ഡ്രൈവ് ദ മാർക്കറ്റ് ടു ദ ഇക്വിലിബ്രിയം. ആർബിട്രേഷൻ പ്രോസസ്സാണ്, ആർബിട്രേജ് ബിഹേവിയറാണ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് APT പറയുന്നത്. ഓക്കെ, APT അസ്യൂംസ് ദാറ്റ് ലോ ഓഫ് വൺ പ്രൈസ് എന്നുള്ള ഒരു വിശ്വാസം APT വെച്ച് പുലർത്തുന്നു. എന്താണ് ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ? വൺ സെക്യൂരിറ്റി വിൽ ഹാവ് ദ സെയിം പ്രൈസ് ഇൻ ടു മാർക്കറ്റ്സ്. APT തിയറി പ്രകാരം, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി പ്രകാരം ഒരു സെക്യൂരിറ്റിക്ക് രണ്ട് മാർക്കറ്റുകളിൽ ഒരേ വിലയായിരിക്കും എന്നതാണ്. അതിന് കാരണമുണ്ട്. അങ്ങനെ ഡിഫറൻസ് വരികയാണെങ്കിൽ ഇഫ് ഡിഫറൻറ്റ് പ്രൈസസ് ആർ ഫൗണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ ആർബിട്രേജേഴ്സ് വുഡ് സെൽ ഇൻ വൺ മാർക്കറ്റ് ആൻഡ് ബൈ ഇൻ അതർ മാർക്കറ്റ്. ഈ ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോടെ നടക്കുന്ന ആളുകളാണ്. മാക്സിമം ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്തുകൊണ്ട്, മാർക്കറ്റ് ഡീറ്റെയിൽസ് അബ്സോർബ് ചെയ്തുകൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്ലേയേഴ്സ്. അപ്പോൾ അവർ ആർബിട്രേജേഴ്സ് ആവുന്നത് എങ്ങനെയാണ്? അവർ വില കൂടിയ മാർക്കറ്റിൽ വിൽക്കുകയും വില കുറഞ്ഞ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കും. ഡിഫറൻറ്റ് പ്രൈസസ് ആണ് രണ്ട് മാർക്കറ്റിൽ വരുന്നത് എങ്കിൽ, അങ്ങനെ ആവുമ്പോൾ ഈ പ്രഷർ ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്, ആ ഒരു പ്രതിഭാസം എന്തിലേക്ക് നയിക്കും? ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി വിൽ ടെൻഡ് ടു ബി സെയിം. അങ്ങനെ സെയിമായിട്ട് തന്നെ നിൽക്കും. അതാണ് APTയുടെ ഒരു സങ്കല്പം, ലോ ഓഫ് വൺ പ്രൈസ്. വൺ സെക്യൂരിറ്റി വിൽ ഹാവ് ദ സെയിം പ്രൈസ് ഇൻ ടു മാർക്കറ്റ്സ്. ഓക്കെ, ഡിഫറൻറ്റ് പ്രൈസ് വന്നാൽ ഈ ആർബിട്രേജ് ബിഹേവിയർ മൂലം പ്രൈസ് സെയിം ആവുക തന്നെ ചെയ്യും, ഡിഫറൻറ്റ് സംഭവിച്ചാലും. അതാണ് ലോ ഓഫ് വൺ പ്രൈസ്. എന്തൊക്കെയാണ് ഈ തിയറിയുടെ അസംഷൻസ്? ദ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജീനിയസ് ബിലീഫ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഇൻഫർമേഷൻസ് ആണ്, എല്ലാവരും വളരെ നോളജൊക്കെ സെയിമാണ്, എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻസ് സെയിമാണ്, ബിലീഫ്സ് സെയിമാണ്, ഹോമോജീനിയസ് ആണ് ഇൻവെസ്റ്റേഴ്സ്. റിയലി ഈ ഒരു അസംഷൻ പ്രാക്ടിക്കലി ട്രൂ അല്ല എങ്കിലും APT മുന്നോട്ട് വെക്കുന്ന ഒരു അസംഷനാണ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജീനിയസ് ബിലീഫ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. മറ്റൊരു അസംഷനാണ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേർട്ട് യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ്. ഇൻ ദിസ് കേസ് ദേ ആർ നോർമൽ. എന്ന് പറഞ്ഞാൽ റിസ്ക് അവേർട്ട് യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ് ആണ്. മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ്. പൊതുവെ അങ്ങനെയാണല്ലോ, കുറഞ്ഞ റിസ്കിൽ എങ്ങനെ മാക്സിമം റിട്ടേൺ ഉണ്ടാക്കാമെന്നുള്ള ശ്രമിക്കുന്ന ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് ആർ risk averted utility maximizers. One more assumption,
the markets are perfect so that factors like transaction cost are not relevant. ഇവിടെ മാർക്കറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും റെലവൻ്റ് അല്ല എന്നർത്ഥം. അത്തരം ഫാക്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വേർതിരിവുണ്ടാക്കുന്നില്ല. മാർക്കറ്റ് വളരെ പെർഫെക്റ്റ് ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് പോലെയുള്ള കോസ്റ്റൊന്നും ഇവിടെ റെലവൻ്റ് അല്ല എന്നും അർത്ഥം. പ്രധാനപ്പെട്ട അസംഷനുകളാണ് ഈ 3 അസംഷൻസ്. APT തിയറി മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ക്യാപ് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് APT മോഡൽ. അപ്പോൾ ഇവിടെ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് ഫാക്ടർ പ്രീമിയമാണ്. ഫാക്ടർ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫാക്ടർ റിട്ടേൺ ആൻഡ് റിസ്ക് ഫ്രീ റേറ്റ്. എന്നാൽ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് APT കൃത്യമായി പറയുന്നില്ല. APT ഡസ് നോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ദ ഫാക്ടേഴ്സ് ആർ. ഓക്കെ, ഫാക്ടേഴ്സാണ്, അതായത് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, GDP, ഇൻഫ്ലേഷൻ, പേഴ്സണൽ ചോയ്സ് പോലെയുള്ള അങ്ങനെയുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഏത് ഫാക്ടേഴ്സാണെന്ന് കൃത്യമായിട്ട് തിയറി പ്രതിപാദിക്കുന്നുമില്ല. ഓക്കെ, ഇത്രയാണ് APT കുറിച്ചുള്ള ഡീറ്റെയിൽസ്.